നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സതീശനല്ല പിണറായി വിജയൻ, നിലവാരം അളക്കുവാൻ വരണ്ടെന്ന് മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ്. നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഏറ്റുമുട്ടൽ. VD സതീശന് കാപ്പട്യത്തിന്റെ മുഖമാണെന്നും സതീശനല്ല പിണറായി വിജയനെന്നും അത് എല്ലാവർക്കും ധാരണയുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. താൻ നിലവാരമില്ലാത്ത ആളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങയെപ്പോലെ ഒരു അഴിമതിക്കാരനാവരുത് എന്നാണ് എന്റെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥന എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. എന്റെ നിലവാരം അളക്കുവാൻ മുഖ്യമന്ത്രി വരേണ്ട എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഭരണപക്ഷത്തെ പ്രകോപിപ്പിച്ചു. നിയമസഭയിൽ അസാധാരണ നടപടി. അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നൽകിയിട്ടും സഭ പിരിഞ്ഞു. സംഭവബഹുലവും നാടകീയവുമായ രംഗങ്ങൾക്കൊടുവിൽ നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നൽകിയിട്ടും സഭ പിരിയുന്ന അപൂർവ നടപടിയാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിലാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയത്. ഉച്ചയ്ക്ക് 12 മണിക്ക് ചർച്ച ചെയ്യാനായിരുന്നു തീരുമാനം. എന്നാൽ ഇതിന് നൽകാതെ പിരിയുകയായിരുന്നു. 1 മണിക്കൂറും 40 മിനിറ്റും മാത്രമാണ് ഇന്നത്തേക്ക് സഭ ചേർന്നത്. നിയമസഭാ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത സംഭവം ഉണ്ടായി എന്ന് മന്ത്രി P. രാജീവ് ആരോപിച്ചു. സഭ വേഗത്തിൽ അവസാനിപ്പിക്കുവാനുള്ള പ്രതിപക്ഷ നാടകമാണ് നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അടിയന്തര പ്രമേയം അടിയന്തരമായി ചർച്ച ചെയ്യുവാൻ തീരുമാനിച്ചതാണെന്നും നുണകൾ തുറന്നു കാട്ടുമെന്ന് പ്രതിപക്ഷം ഭയന്നെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മൊബൈൽ ഷോപ്പ് കുത്തിത്തുറന്ന കവർച്ച, പ്രതി പിടിയിൽ. മൊബൈൽ ഷോപ്പ് കുത്തിത്തുറന്ന ഫോണുകളും മറ്റു സാധനങ്ങളും മോഷ്ടിച്ചയാൾ പിടിയിൽ. വൈക്കം ഉദയനാപുരം സ്വദേശി ഷിജാസാണ് അറസ്റ്റിലായത്. ഓഗസ്റ്റ് 21 രാത്രിയിലാണ് സംഭവം. തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കങ്ങരപ്പടിയിലെ മൊബൈൽ ഷോപ്പ് കുത്തിത്തുറന്ന് 17 മൊബൈൽ ഫോണുകളും ഹെഡ്സെറ്റുകളും ഉൾപ്പെടെ 1.5 ലക്ഷം രൂപ വില വരുന്ന സാധനങ്ങളാണ് കവർന്നത്. ശേഷം ഫോൺ ഉപയോഗം കുറച്ച് പലയിടങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിൽ വൈക്കത്ത് നിന്നാണ് അറസ്റ്റ് ചെയ്തത്. വ്യവസായി മുംതാസ് അലിയുടെ മൃതദേഹം കുളൂർ പാലത്തിനടിയിൽ നിന്നും കണ്ടെത്തി. മുങ്ങിയെടുത്തത് ഈശ്വർ മാൽപേ. കാണാതായ പ്രമുഖ കയറ്റുമതി വ്യവസായി BM മുംതാസ് അലിയുടെ മൃതദേഹം കണ്ടെത്തി. കുളൂർ പാലത്തിന് അടിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ പുലർച്ചെ 5ഓടെ ദേശീയപാത 66-ലെ കുളൂർ പാലത്തിനു മുകളിൽ അപകടത്തിൽപ്പെട്ട നിലയിൽ ഇദ്ദേഹത്തിന്റെ ആഡംബര കാർ കണ്ടെത്തിയതിനെ തുടർന്ന് പ്രദേശവാസികൾ പനമ്പൂർ പോലീസിനെ വിവരമറിയിച്ചിരുന്നു. മുന്നറിയിപ്പില്ലാതെ കല്ലുങ്ക് പൊളിച്ചു, യാത്രാ ദുരിതം. മുന്നറിയിപ്പില്ലാതെ കല്ലുങ്ക് പൊളിച്ചതോടെ കാൽനട വാഹനയാത്രികർ ദുരിതത്തിലായി. വെളിയത്തുനാട് തണ്ടേരിക്കൽ പറയിലിപ്പള്ളം റോഡിലെ കല്ലുങ്കാണ് വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെ കുത്തിപ്പൊളിച്ചത്. അറ്റകുറ്റപ്പണിക്കായി ശനിയാഴ്ച രാവിലെ മുതൽ കല്ലുങ്ക് പൊളിച്ചതോടെ പ്രദേശവാസികൾ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ഇതുവഴി വരുന്ന വാഹനയാത്രികരും മറ്റു വഴികളില്ലാത്തതും മൂലം തിരികെ പോകേണ്ട അവസ്ഥയിലാണ്. സാധാരണ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് അധികൃതർ അറിയിപ്പ് നൽകാറുണ്ട്. എന്നാൽ ഇത്തവണ അതുമുണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളും എല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. പേജ് സൊല്യൂഷൻസ് ട്രോഫികൾ, മൊമെന്റോകൾ, മെഡലുകൾ, ID കാർഡുകൾ, പ്രിന്റഡ് ടീഷർട്സ് എന്നിവയ്ക്കായി കഴിഞ്ഞ 20 വർഷത്തെ സേവന പാരമ്പര്യം. പേജ് സൊല്യൂഷൻസ്, നിയർ ഗവൺമെന്റ് UP സ്കൂൾ, അഴകം, അങ്കമാലി. പരാതി
നൽകിയ ദിവസവും MTയുടെ വീട്ടിൽ പാചകം തുടർന്ന് ശാന്ത. ലോക്കർ പൊളിക്കാതെ മോഷണം. സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ നടക്കാവിലെ വീട്ടിൽ നിന്നും 15 ലക്ഷത്തോളം രൂപയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെ പ്രതികളെ പിടികൂടി. വീട്ടുജോലിക്കാരി കരുവിശ്ശേരി ശാന്തിരുത്തി വയലിൽ ശാന്ത, ബന്ധു വട്ടോളി കുറിഞ്ഞിപ്പൊയിലിൽ പ്രകാശൻ എന്നിവരെയാണ് ഇന്നലെ ഉച്ചയോടെ അറസ്റ്റ് ചെയ്തത്. ശാന്തയാണ് 4 വർഷത്തിനിടയിൽ പലപ്പോഴായി വീട്ടിൽ നിന്നും ആഭരണങ്ങൾ മോഷ്ടിച്ചത്. കഴിഞ്ഞ മാസം 22 മുതലാണ് കൂടുതൽ ആഭരണങ്ങൾ കവർന്നത്. മോഷ്ടിച്ച സ്വർണം നഗരത്തിലെ 3 കടകളിൽ പലപ്പോഴായി വിൽക്കുവാൻ സഹായിച്ചതിനാണ് പ്രകാശൻ അറസ്റ്റിലായത്. അപ്രതീക്ഷിത കടൽ ചുഴി. തിരമാലകൾ മുറിഞ്ഞ് 2ആയി മാറി. ഉള്ളിലകപ്പെട്ടത് മത്സ്യബന്ധന വള്ളങ്ങൾ. അപ്രതീക്ഷിതമായുണ്ടായ കടൽ ചുഴിയിൽപ്പെട്ടതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് വൻ നാശനഷ്ടം. കടപ്പുറം ഭഗവതി ക്ഷേത്ര പരിധിയിൽ വരുന്ന നായനാർ, കുർത്തിയമ്മ, കാവിലമ്മ എന്നീ വള്ളങ്ങളുടെ വലകൾക്ക് ചുഴിയിലകപ്പെട്ട് കേടുപാടുകൾ സംഭവിച്ചു. ഇതിൽ നായനാർ വള്ളക്കാരുടെ വല പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഏകദേശം 10 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് തൊഴിലാളികൾ പറയുന്നു. കുറത്തിയമ്മ, കാവിലമ്മ വള്ളങ്ങളിൽ 3 ലക്ഷം രൂപയോളമാണ് നഷ്ടം സംഭവിച്ചത്. കരയിലേക്ക് വരുന്ന ശക്തിയായ തിരമാലകൾ മുറിഞ്ഞ് 2ആയി മാറുകയും ഇതിന്റെ പിന്നാലെ എത്തുന്ന തിരയുടെ ശക്തിയും അടിയൊഴുക്കും കൂടിച്ചേർന്ന് വലയം രൂപം കൊള്ളുകയും ചെയ്യുന്നതാണ് കടൽ ചുഴി. വലയത്തിനുള്ളിൽപ്പെടുന്ന എന്തിനേയും കടൽ ഉള്ളിലേക്ക് വലിക്കും. അത്തരമൊരു വലയത്തിലാണ് വള്ളങ്ങളുടെ വല പെട്ടുപോയതും കനത്ത നാശം ഉണ്ടായതും. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സെറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞ മാളക്കടവ് മാലിന്യ സംഭരണ കേന്ദ്രം. പഞ്ചായത്തിന്റെ മാളക്കടവിന് സമീപം പ്രവർത്തിക്കുന്ന മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞു. പഞ്ചായത്തിലെ വിവിധ വാർഡുകൾ, ബോട്ടിൽ ബൂത്തുകൾ എന്നിവിടങ്ങളിൽ നിന്നും ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇവ തരംതിരിച്ച ശേഷം ബെയിലിംഗ് യന്ത്രത്തിന്റെ സഹായത്തോടെ നിവർത്തിയെടുത്ത് സൂക്ഷിക്കുകയാണ് പതിവെങ്കിലും ബെയിലിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കാത്തതിനാൽ ശേഖരിച്ച അവസ്ഥയിൽ തന്നെ കുപ്പികളും പാഴ്വസ്തുക്കളും ചാക്കിലാക്കി ഇട്ടിരിക്കുകയാണ് ഇവിടെ. യന്ത്രം പ്രവർത്തിപ്പിക്കുവാൻ വൈദ്യുതി ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. സ്വർണ്ണക്കുതിപ്പിന് ഒരാശ്വാസം. സ്വർണ്ണവില കുറഞ്ഞു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഇന്ന് 160 രൂപ കുറഞ്ഞ് 1 പവൻ സ്വർണത്തിന്റെ വില 56,800 രൂപയായി. ഗ്രാമിന് 20 രൂപയാണ് കുറഞ്ഞത്. 7,100 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഈ മാസം തുടങ്ങിയത് മുതൽ സ്വർണം റോക്കറ്റ് സ്പീഡിലായിരുന്നു കുതിച്ചു പാഞ്ഞത്. അമേരിക്കയിൽ തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞതിന്റെ കണക്ക് പുറത്തുവന്നതാണ് സ്വർണ്ണവിലയ്ക്ക് സഡൻ ബ്രേക്കിട്ടത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം.